ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പ്രസിദ്ധീകരിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികൾ ആരംഭിച്ചു. ഈ മാസം 15-ാം തീയതിക്ക് മുമ്പ് വിവരങ്ങൾ പ്രസിദ്ധീകരിക്കണം എന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് എങ്ങനെയാകണം എന്നത് സംബന്ധിച്ച കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നറിയുന്നു. വിവരങ്ങളുമായി രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന്. രാധാകൃഷ്ണൻ, ശരിക്കും ജൂൺ 30 വരെ സമയം വേണം എന്നാവശ്യപ്പെട്ട സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡിജിറ്റൽ ട്രാൻസ്ഫർ വഴി ഡേറ്റകളെല്ലാം ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ അവർക്ക് സമയം വേണമെന്ന് പറഞ്ഞത് വെറുതെ ആയിരുന്നു. ഇതിൽ സുപ്രീം കോടതി തന്നെ ഇതിൽ കാര്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ പക്കൽ രേഖകളില്ല എന്നുള്ള വാദമാണോ ഉന്നയിക്കുന്നത്? അതിന് മറുപടിയായിട്ട് SBI പറഞ്ഞത് അല്ല, മറിച്ച് അവർക്ക് വേണ്ടിയിരുന്നത് ഈ രേഖകളെ കമ്പയർ ചെയ്യാനും ഈ രേഖകളെ താരതമ്യം ചെയ്ത് സുപ്രീം കോടതി ചോദിച്ച രീതിയിൽ പ്രത്യേക ഫോർമാറ്റിലാക്കാനും ഉള്ള സാവകാശം അത് ജൂൺ 31 വരെ വേണം എന്നുള്ളതാണ്. സുപ്രീം കോടതി പറഞ്ഞത് ഞങ്ങളുടെ ഉത്തരവ് ആ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഈ വിവരങ്ങളെല്ലാം പുറത്തു വരണം എന്നുള്ളതാണ്. അത് ഓരോ ഹെഡിലും പ്രത്യേകമായിട്ടാണ് നിങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നതെങ്കിൽ അത് ആ വിധത്തിൽ കൈമാറൂ എന്ന നിർദ്ദേശമാണ് സുപ്രീം കോടതി നൽകിയത്. ഇതനുസരിച്ച് ഉണ്ടായിരുന്ന വിവരങ്ങളാണ് കൈമാറിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ വിവരങ്ങൾ ലഭിച്ചു എന്നതുകൊണ്ട് 15-ാം തീയതി ഈ വിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റവും പ്രധാനമായിട്ട് ഒരു കാര്യം നമുക്കിപ്പോൾ ഈ ഘട്ടത്തിൽ അറിയിക്കേണ്ടത് വ്യാപകമായിട്ടുള്ള പ്രചരണങ്ങൾ, തെറ്റായിട്ടുള്ള വാർത്തകൾ ഒക്കെ നടക്കുന്നുണ്ട്. ഇത്ര രൂപയാണ് എന്നൊക്കെ കാണിച്ചുകൊണ്ട് ഉള്ള പ്രചരണങ്ങൾ പോലും ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വിവരവും തങ്ങൾ പുറത്തു വിട്ടിട്ടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ ഈ വിധത്തിൽ വരുന്ന ഈ ചില മാധ്യമങ്ങളിലൊക്കെ വന്ന വാർത്തകളടക്കം അതെല്ലാം തെറ്റാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീർത്ത് പറയുന്നുണ്ട്. സുപ്രീം കോടതി ഉത്തരവ് എങ്ങനെ പാലിക്കണം എന്നത് സംബന്ധിച്ച കൃത്യമായിട്ടുള്ള നിർദ്ദേശം തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അത് പ്രകാരമുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതിനുശേഷം തങ്ങളുടെ വെബ്സൈറ്റിൽ ഇത് വരും. അത് മാത്രമായിരിക്കും ഈ വിവരം. അല്ലാതെ വരുന്ന ഒരു വിവരത്തിനും തങ്ങൾക്ക് ഒരു ബാധ്യതയും തങ്ങൾക്കില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. ഇത് ഒരു വളരെ വലിയ പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് മാറുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചും ഈ പുറത്തു വരുന്ന വിവരങ്ങൾ അത് എങ്ങനെ വിനിയോഗിക്കപ്പെടുന്നു എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ആശങ്കയുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് രാഷ്ട്രപതിയുടെ റഫറൻസിന് വേണ്ടിയിട്ട് അവർ സമീപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അവർ പറയുന്നത് ഇത് കോർപ്പറേറ്റ് സ്വാതന്ത്ര്യത്തിന് വലിയ വെല്ലുവിളി ഉണ്ടാക്കുന്ന ഒന്നാണ്. രാജ്യത്ത് കോർപ്പറേറ്റ് സ്വാതന്ത്ര്യം ഇല്ലാതാക്കും. അതുകൊണ്ട് രാഷ്ട്രപതി പ്രത്യേക റഫറൻസിലൂടെ ഇടപെട്ട് ഈ കേസ് വീണ്ടും കേട്ട് ഉത്തരവ് പുറപ്പെടുവിക്കുന്നതുവരെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ നിർത്തിവെക്കണം എന്നുള്ളതാണ്. രാഷ്ട്രപതിക്ക് അവർ ഇങ്ങനെ ഒരു അപേക്ഷ രാഷ്ട്രപതിയോട് അവർ നടത്തിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ചില വിമർശനവും ബാർ കൗൺസിലിൻ്റെ ഉള്ളിൽ തന്നെ ഇതിനായിട്ട് ഉയരുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ദിവസവും ഈ വിവരങ്ങൾ കൈമാറിയതിന് ശേഷമുള്ള അടുത്ത ദിവസമായിട്ടുള്ള ഇന്നും ഇലക്ട്രൽ ബോണ്ട് വിഷയം വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച അതാണ് കാണാൻ സാധിക്കുന്നത്. രാധാകൃഷ്ണൻ, ഈ ബാർ കൗൺസിലിൻ്റെ ഇതിലുള്ള താല്പര്യം എന്താണ് ശരിക്കും? അതിൽ രാഷ്ട്രീയമുണ്ടോ? ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അധ്യക്ഷനാണ് ഈ കത്ത് നൽകിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് കോടതികൾക്ക് ഇടപെടാൻ പറ്റുന്ന ചില മേഖലകളുണ്ട്, അത്തരത്തിലുള്ള ഒരു ഗ്രേ ഏരിയയാണ് ഇതെന്ന വാദമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. കാരണം രാഷ്ട്രീയത്തിൽ രാഷ്ട്രം ചലിക്കണമെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം നൽകേണ്ടത് അനിവാര്യമാണ്. ആ പണവുമായി ബന്ധപ്പെട്ട ഒരു നിയമനിർമ്മാണം പാർലമെന്റ് നടത്തിയതാണ്. പാർലമെന്റ് നടത്തിയ നിയമത്തെ എതിരിടാനും അതിൽ ഏതെങ്കിലും വിധത്തിലുള്ള വ്യവസ്ഥകൾ ഉണ്ടാക്കാനും സുപ്രീം കോടതിക്ക് അധികാരമില്ല. നിയമങ്ങളെ വ്യാഖ്യാനിക്കാനായിട്ടുള്ള അധികാരം മാത്രമാണ് സുപ്രീം കോടതിക്ക് ഉള്ളത്. അതല്ല സുപ്രീം കോടതി ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. സുപ്രീം കോടതി നിയമങ്ങൾ ഉണ്ടാക്കുന്നു എന്ന പ്രതീതി ജനിപ്പിക്കുന്ന വിധത്തിൽ നിയമത്തെ സ്ട്രൈക്ക് ഡൗൺ ചെയ്തിരിക്കുകയാണ്. അത് ജനാധിപത്യ സംവിധാനത്തിന് ഉചിതമല്ല. ജനാധിപത്യത്തിൻ്റെ എസൻസ് അതിന് നിരക്കാത്തതാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ. മാത്രമല്ല, രാജ്യത്ത് ഒരു കോർപ്പറേറ്റ് സ്വാതന്ത്ര്യമുണ്ട്. കോർപ്പറേറ്റുകൾക്ക് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം, അതിന്മേലുള്ള കൈകടത്തൽ കൂടിയാണ് ഈ ഉത്തരവ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാദം ഈ കേസ് കേൾക്കുന്ന ഘട്ടത്തിൽ നൽകിയിരിക്കുന്ന പണം രഹസ്യമായിരിക്കും എന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ചില കോർപ്പറേറ്റുകൾ നൽകിയിരിക്കുന്നത്. അതല്ലാതെ വരുന്നത് അവരുടെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കൈകടത്തലാണ് എന്ന വാദമാണ് ഈ ബാർ കൗൺസിലിന്റെ അധ്യക്ഷൻ